തുടരുന്ന മലയാളം സിനിമയുടെ തിയേറ്റർ റിവ്യൂ ആണ്. ഫസ്റ്റ് ഷോ കണ്ട ആൾക്കാരുടെ അഭിപ്രായവും എന്റെ അഭിപ്രായമാണ്. തരുൺമൂർത്തി ഡയറക്ഷൻ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? രണ്ടുപേരും ഒരുമിച്ചുള്ള എങ്ങനെ വളരെ നന്നായിട്ടുണ്ട്. അവസാനം ഒരു മണിക്കൂർ രക്ഷയും ഫാമിലിയാണ് എങ്ങനെ പറയാൻ ത്രില്ലറാണെന്ന് പറയാം. അങ്ങനെയല്ല, ഫാമിലി എന്റർടൈൻമെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ലാലേട്ടന്റെ സിനിമയും പ്രത്യേകിച്ചും ലാലേട്ടനും ശോഭനയുമായിട്ടുള്ള കോമ്പിനേഷൻ എപ്പോഴും മലയാളികൾ കാത്തിരുന്ന ഒരു കോമ്പിനേഷനാണ്. അഭിനയത്തിലെ രണ്ട് ഉത്തുംഗ ശൃംഗങ്ങളാണ് ലാലേട്ടനും ശോഭനയും. വളരെ കാലമായിട്ട് അവരുടെ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ട് മലയാള സിനിമയും കാഴ്ചക്കാരും ദാഹിച്ചിരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. രണ്ടുപേരും വളരെ സ്വാഭാവികമായിട്ടുള്ള അഭിനയം പുറത്തെടുത്തു. സംവിധാന മികവ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അടിപൊളി സംവിധാനമായിരുന്നു. ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു യോദ്ധാവിനെ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെ അങ്ങേയറ്റം ഉപയോഗപ്പെടുത്താൻ ഈ സംവിധായകന് കഴിഞ്ഞു. പല ബ്രില്യൻസ് ഉള്ള സംവിധായകരെക്കാളും ആരെ കൊണ്ട് പറ്റാത്തത് കഴിഞ്ഞു. വളരെക്കാലത്തിന് ശേഷം ലാലേട്ടന്റെ ഒരു വിജയം, ഒരു ബോക്സ് ഓഫീസ് ആൾക്കാരെല്ലാം ആഗ്രഹിച്ചിരുന്നതാണ്. അത് ലാലേട്ടന്റെ ഫാൻസ് ഉൾപ്പെടും, ലാലേട്ടന്റെ നല്ല സിനിമയെ സ്നേഹിക്കുന്ന ഫാൻസ്, ഭ്രാന്തില്ലാത്തവർക്ക് ഉൾപ്പെടുന്ന, മുതിർന്നവർക്ക് ഉൾപ്പെടുന്ന നല്ലൊരു സിനിമയാണ്. ഇതാണ് ലാലേട്ടൻ. ഇതാണ് ഫാമിലിക്കുള്ള എല്ലാം നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നമ്മൾ ലാലേട്ടൻ വന്നിട്ടുണ്ട്. പഴയ ഒരു സാധാരണക്കാരനെ പോലെ ഒരു അംബാസിഡർ കാറിൽ വന്ന പാവം ഒരു അംബാസിഡർ കാറിൽ വന്നിട്ട് സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് മാസം അങ്ങോട്ട് തുടങ്ങുകയാണ്. എൻ്റെ ഒരു ലീലാവിലാസം തന്നെ പടം എന്ന് വെച്ചാൽ ഇതാണ് പടം. ഇത് 150 കോടിക്ക് പുറത്ത് ഉറപ്പാണ്. കാരണം ഫാമിലി ആയിട്ടെടുത്ത് എമ്പുരാന്റെ റെക്കോർഡ് എമ്പുരാൻ വലിയ ബഡ്ജറ്റ് ചിത്രമാണ്. പക്ഷെ ഇത് ഫാമിലി ആയിട്ടെടുത്ത്. കാരണം അത്രയ്ക്ക് കിട്ടില്ല പടം. ഒരു ഹൈപ്പില്ലാതെ വന്ന് ഒരു പുലിമുരുകനെ പോലെ ഒരു കൈലിയും ഒരു ചക്കൂട്ടോണ്ട് വന്നാൽ അതേപോലെ തന്നെയാണ് ലാലേട്ടൻ ഇതിലും വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ അയ്യാളെ തട്ട് എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് തുടരും എന്നാൽ സിനിമയുടെ ഇത് കാണിച്ചിരിക്കുന്നത്. വേറെ ലെവല് ലാലേട്ടനുള്ള പടം എന്ന് പറയുന്നത് എല്ലാ പഴയ പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാം ഹിറ്റ് തന്നെയല്ലേ. അപ്പം പിന്നെ ഇത് ഹിറ്റ് തന്നെ, ഇത് വമ്പൻ ഹിറ്റ് തന്നെ. അതാണ് പറയണത്. ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഞങ്ങളെ പോയി പുള്ളിക്കാടി കളിക്കും ഞാൻ. കമ്പയർ ചെയ്യാനായിട്ട് ഇത് അതല്ല, അഭിനയ ആട്ടമായിരുന്നു, അഴിഞ്ഞാട്ടമായിരുന്നു. വയറ് നിറഞ്ഞു അടിപൊളി. ടോട്ടൽ നമ്മൾ സിനിമ ഒറ്റ വാക്ക് പറയാൻ തരുന്നതാണ്. അല്ല
ഇപ്പോഴത്തെ இண்டஸ்ட்ரிக்கு அடிக்க போல படம் இதா இருக்கு 100 கோடிக்கு மேல போகணும். நரேந்திர சார் நல்லா பண்ணிச்சிருக்கு, நல்லா பண்ணிச்சிருக்கு, லாலேட்டன் நல்லா நடிச்சிருக்கு. எனக்கு கிங்பாய்க்கு വളരെ ரொம்ப இஷ்டமாச்சு, ரொம்ப பிடிச்சிருக்கு. அந்த கிங்பாய்க்கு చాలా ఇష్టపడి చాలా నటించాను. తెలుసా చాలా వస్తున్నాయి. ലാലേട്ടൻ తిరిగి వస్తున్నారు, ലാലേട്ടൻ തിരിച്ചു വന്നു, ലാലേട്ടൻ തിരിగి വന്നാச்சு. വാലിബനോ എംപുരാനോ അതൊന്നും വെച്ച് ഈ മൂവി ദൈവം കമ്പയർ ചെയ്യരുത്. ഈ മൂവി എന്ന് വെച്ചാൽ 90s കിഡ്സ് ഇപ്പം നമ്മൾ കണ്ടു വന്നിരുന്ന ഒരു മോഹൻലാൽ ഈ സമയത്ത് വന്നിട്ട് ആ മോഹൻലാലിനെ കറക്റ്റായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഹൗ ആസ് എ ഫാൻ നമുക്ക് എങ്ങനെയാണോ മോഹൻലാലിനെ കാണാൻ താല്പര്യം അതേപോലെ തന്നെ ഇതിൽ പോയി പ്രൊമോഷൻ കൊടുക്കാൻ തുടക്കം മുതൽ അവസാനം വരെ ലാഗ് സാധനം പുല്ലടിച്ചു ലാസ്റ്റൊക്കെ ആകുമ്പോൾ രക്ഷയില്ലാത്ത മേക്കിംഗ് ലാലേട്ടൻ സൂപ്പർ അതിഗംഭീര മേക്കിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എന്തോ പറയാം, വാക്കുകളില്ല, വാക്കുകൾക്ക് അതീതമാണ്. ഒരു രക്ഷയില്ലാത്ത കണ്ടു നോക്കാം, ഇന്ന് കണ്ടായിരുന്നു കാണിക്കണമെന്നുണ്ടെങ്കിൽ അവൻ അത്രയും അവൻ്റെ ഒരു അഭിനയം ആ ഒരു വില്ലനിസം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത്. മോഹൻലാൽ ഇനിയും തുടരും, മോഹൻലാൽ എവിടെയും പോയിട്ടില്ലല്ലോ, മോഹൻലാൽ ഇവിടെ ഉണ്ടല്ലോ, തുടരും. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തൊട്ട് ലാലേട്ടന്റെ സിനിമകൾ മാത്രം ശ്രദ്ധിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാരും പറയുന്നത് ലാലേട്ടന്റെ സിനിമയുടെ ഏറ്റവും നല്ല ബ്രില്യന്റ് ആയിട്ടൊരു മുഹൂർത്തമാണ്. ലാലേട്ടൻ ഇനി തുടരണമോ വേണ്ടയോ മലയാള സിനിമയിൽ നിന്ന് ആൾക്കാർ ചിന്തിച്ചിരുന്ന ഉഗ്രഹത്തോടെ നോക്കിയിരുന്ന സിനിമയാണ്. ലാലേട്ടൻ തുടരും. അഭിനയത്തിലെ ഒരേ ഒരു രാജകുമാരനായിട്ട് വീണ്ടും ലാലേട്ടൻ തുടരുമെന്നാണ് തിയേറ്റർ റെസ്പോൺസ് എന്ന് മനസ്സിലാവുന്നത്. നിർമ്മാതാവിന് മുടക്കിയ പൈസ എന്തായാലും കിട്ടും. അതിന്റെ ഇരട്ടിയോ കളക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പടമാണ്. നല്ല ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ തുടരുമെന്നുള്ള സിനിമയിൽ കൂടെ തുടരുമെന്നാണ് എല്ലാവരും തുടർന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം.